ഞാനിന്ന് കാര്യഭാഗത്തേക്ക് വരുമ്പോഴേ പ്രഭാതത്തിലുള്ള ആത്മീയമായ പ്രാർത്ഥനയുടെ ശുശ്രൂഷയുടെ ഡെയിലി ബൈബിൾ വായിക്കുമ്പോൾ ഇന്ന് കിട്ടിയതൊരു പ്രത്യേക ഭാഗം, ലേഖന ഭാഗമാണ്. ആ ലേഖന ഭാഗം ഇതാണ്. 1 പത്രോസ് 5-ാം അധ്യായം. കുറേ ഭാഗങ്ങൾ വായിച്ചു, പക്ഷെ അതിലെന്നെ ഉടക്കി നിന്നൊരു ഭാഗമുണ്ട്. അത് ഇതാണ്. 5-ാം അധ്യായത്തിൽ 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുകയും അത് നിർബന്ധം മൂലമായിരിക്കരുത്, ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് നിത്യജീവൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. എത്ര സവിശേഷമായ ഒരു ഒരുക്കമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ മേഖലകളിലും മാറിപ്പോയിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈ പുനർജീവൻ, ശരീരം തളർന്നവർ, പലവിധ രോഗങ്ങൾ ആവശ്യരായവർ, കാഴ്ചയില്ലാത്തവർ, സമൂഹത്തിലെ സമ്പന്നരും ദരിദ്രരും ഏത് മേഖലയിലുള്ളവരും വേദനിക്കുമ്പോൾ ഓടി വരുന്ന ഒരു വലിയൊരു സംവിധാനമായിട്ട് ദൈവം ഒരുക്കിയതിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിലൊക്കെ കാണുന്ന കാഴ്ചയിൽ പലപ്പോഴും ഇതിനെ വേറിട്ട് ദൈവം കൊണ്ടു നടക്കുന്നത് കാണാൻ പറ്റും. പലപ്പോഴും ഈ അനാരോഗ്യം കൊണ്ട് സമൂഹത്തിന് കാണുമ്പോൾ മനസ്സിലാവാത്ത ഭാഷയിൽ വല്ല പ്രോഗ്രാമിലേക്കും ദൂരദേശത്തേക്ക് യാത്ര പോകുന്നു, എന്നിട്ട് അവിടെ ആ മേഖലയിലുള്ളവരായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ പൊതു പരിപാടികളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ വന്ന് ഒത്തുചേരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഒരു യാത്ര. ഈ യാത്രയിലൊക്കെ യാത്ര കൂടെയുള്ളതാരാ? സഹനം അനുഭവിക്കുന്നവരും വേദനിക്കുന്നവരും അനാരോഗ്യരും വൈവിധ്യമാർന്ന രോഗങ്ങൾ ആവശ്യരായാലും അല്ലെങ്കിൽ തൻ്റെതായ ജീവിതം കൊണ്ട് പലവിധ തരത്തിൽ തകർന്ന് ധരിപ്പണമായവരൊക്കെയാണ്. പക്ഷേ ഈ യാത്ര മധ്യേ അതിൽ നിന്നൊക്കെ ഒരു പുനർജീവൻ ലഭിച്ചു കഴിയുമ്പോൾ, ഒരു ആത്മീയ ചൈതന്യം വളരെ വരുമ്പോൾ, തങ്ങളായിരുന്ന അവസ്ഥയെ മറന്ന് ജീവിക്കുന്ന ഒരു ലോകത്തെ കാണുമ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് യാത്ര ചെയ്യാൻ ഞാൻ തന്നെ അറിയാതെ തന്നെ യാത്ര ചെയ്തു പോവുക. അപ്പോൾ പലതും ത്യജിക്കുമ്പോഴും പല പ്രാച്യത്തെ പരിത്യാഗ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ ജ്വലിച്ച് യാത്ര ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്നൊരു സന്തോഷം, അല്ലെങ്കിൽ ഈ വരുന്നവർക്ക് കിട്ടുന്നൊരു സന്തോഷം, ഒരു ചൈതന്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്ര മധ്യേ ഒരു റിപ്പബ്ലിക് ഡേ 6 വർഷം മുമ്പ് തൊഴിലിടയിൽ ഞാൻ ഈ മക്കളൊക്കെ കൊണ്ട് ഒരു യാത്ര പോയത് മെൻ്റൽ ഹോസ്പിറ്റലിലേക്കാണ്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഇന്ന് വേറൊരു ഭാഗം ഇതിനോടനുബന്ധിച്ച് കണ്ടു. ഇന്ന് മൊബൈലിൽ ഒരു പ്രോഗ്രാമിൽ കണ്ടതാണ്. വേറെ ആരുമല്ല, നമ്മുടെ യൂസഫ് അലിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് സുപരിചിതനാണ്. ബിസിനസ് ലോകത്തെ നമ്പർ 1 ലോകത്തിലെ നമ്പർ 1 പട്ടികയിൽ പെടുന്നൊരു വ്യക്തിത്വമാണ്. എന്നിരുന്നാൽ ഇക്കയുടെ കരുണയും മനസ്സും നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഇക്ക ഒരു വലിയൊരു ഫംഗ്ഷനിൽ ഒരു കുഞ്ഞു കഥ പറയുന്നത് തന്നെ ഭയങ്കരധികം ഹൃദയത്തെ സ്പർശിച്ചു. ഈ റിപ്പബ്ലിക് ഡേ അനുബന്ധിച്ച് നടന്ന ആ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് യഥാർത്ഥത്തിൽ എൻ്റെ മക്കളിലൂടെ ദൈവം കാണിച്ചു തന്നത് ആ കഥയിലൂടെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അത് ഇന്നതാണൊക്കെ പറഞ്ഞത്. ഒരു കാക്ക കഥ പറയാണ്. ഞാൻ കുഞ്ഞു കഥ പറഞ്ഞോട്ട് എന്ന് ചോദിക്കാം. ഇത്രയും വലിയവൻ മുമ്പിലിരിക്കുന്ന എളിമയോട് ചോദിക്കാൻ ഞാൻ ഒരു കഥ പറഞ്ഞോട്ട് നിങ്ങളോട്, ഇത്രയും വലിയ സദസ്സിൽ. ഒരു കാക്ക കുഞ്ഞ് നോക്കിയപ്പോൾ കാക്ക കറുത്തതാണ്. അതുപോലെ മറ്റുള്ളവരൊക്കെ പറഞ്ഞു ചെല്ലുമ്പോൾ ഓടിക്കുന്നു. കാക്കയുടെ സൗണ്ട് പോലും ആർക്കും ഇറിറ്റേഷൻ വരുന്നു. അപ്പോൾ കാക്കയ്ക്ക് ഭയങ്കര വിഷമം. അപ്പോൾ കാക്ക നോക്കിയപ്പോൾ നല്ലൊരു അരയന്നത്തെ കണ്ടു. നമുക്കറിയാലോ അരയന്നം എന്തായിരിക്കും. കാക്കി പറയുന്നതിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാക്ക കറുത്തതും അരയന്നോ നല്ല തൂവെള്ളയായിട്ടുള്ള സുന്ദരി മോള് അല്ലേ. അപ്പോൾ സുന്ദരി മോളിനെ എടുത്ത് ചെയ്തിട്ട് കാക്ക ഇത് പറയാണ്, നീ എത്ര ഭാഗ്യവതി എന്ന് പറയുമ്പോൾ സുന്ദരി മോള് പറയാണ്, എനിക്ക് തോന്നുന്നത് എന്നെ കാണുമ്പോഴാണ് ഭാഗ്യവതി. ഞാൻ നോക്കുമ്പോൾ തത്തമ്മയുണ്ടല്ലോ, തത്ത നല്ല പച്ചപ്പാണ്. അവളുടെ ചുണ്ടൊക്കെ എന്താ അഴക് പോലെ റോസപ്പൂവിൻ്റെ പോലെ ചോന്നിരിക്കുകയാണ്. എന്ത് ഭംഗിയാവള്. എനിക്ക് വിഷമമാണ് അവളെ കാണുമ്പോൾ. അപ്പോൾ വേഗം തന്നെ തത്തമ്മേലെ എഴുതിക്ക് തന്നെ വിഷമം പരാതി പറയാനായിട്ട് ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെന്നു. ആര്? കാക്കക്കുഞ്ഞ് അവിടെ ചെന്ന് തത്തമ്മോട് പറഞ്ഞപ്പോൾ തത്തമ്മ പറഞ്ഞു, നിനക്കിതൊന്നും അറിയാണ്ട് എൻ്റെ മോളെ. ഞാനും വിചാരിച്ചിരുന്നു എൻ്റെ സംസാരം പോലെ മനുഷ്യനെ പോലെ വരും. എൻ്റെ ചുണ്ടിന് അഴകാണ്, എനിക്ക് കളറ് പച്ചയാണ്. ഇത് ഇവിടെ കിടക്കണമെന്നറിയോ? ഞാൻ മയിലിനെ കണ്ട, എല്ലാവരും കിടക്കുന്ന മയിലിനെ കണ്ട. അവള് മഴക്കാർ കണ്ടു കഴിഞ്ഞാൽ അവളൊരു വിരിഞ്ഞിട്ടൊരാട്ടുണ്ട് എൻ്റെ മോളെ. കണ്ടാൽ കൊതിയാവും. ഞാനിങ്ങനെ ചുരുങ്ങി പോവും. ഉടനടി കാക്ക ഇതിന് വലിയൊരു സൗന്ദര്യം വേറെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എവിടെ ചെന്നു?
മയിലിൻ്റെ വന്നിട്ട് നോക്കിയപ്പോൾ മയിൽ മഴക്കാരുള്ള കാരണം നന്നായി വിരിഞ്ഞ് നിൽക്കാണ്. ആൺമയിലായിരുന്നു ചെന്നപ്പോൾ. അതുകൊണ്ട് നന്നായി വിരിഞ്ഞ് ഡാൻസ് കളിക്കുന്ന നേരത്തിലുണ്ട്. എന്നിട്ട് മയിലിനോട് ഈ വിഷമം പറഞ്ഞപ്പോൾ മയിൽ പറയാണ്, നിനക്ക് എന്നേക്കാളും ഭാഗ്യം നിന്നെ, ഞാൻ നിൻ്റെ പുറത്ത് കണ്ടിട്ട് എത്ര വിരിച്ചാലും എൻ്റെ കാര്യം. എന്താ അങ്ങനെ പറയണേ? നിന്നെ സമൂഹം കണ്ടിട്ട് എത്രയോ സ്നേഹിച്ചിട്ട് ഓടി വരുന്നുണ്ട് എൻ്റെ അവിടേക്ക്. എൻ്റെ അവിടേക്കാണ് ഓടി വരുന്നത്. ഞാൻ കിടക്കണത് എവിടെയാണ്? ഞാൻ ഈ കൂട്ടിലാണ് കിടക്കുന്നത്. എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ, എനിക്കെന്തെങ്കിലും കഴിക്കണമെങ്കിൽ മറ്റുള്ളവർ സഹായം വേണം. നിനക്ക് എവിടെയും കിടന്ന് ഓടി നടന്ന് പറന്ന് കഴിക്കാം, സന്തോഷിക്കാം. എൻ്റെ ഭംഗി കൂടുതലുള്ളത് കൊണ്ട് മനുഷ്യർ പിടിച്ചിട്ട് പോയിട്ടിരിക്കണേ, കൂട്ടിലിട്ടിരിക്കണേ. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഞങ്ങളുടെ ഭംഗി ഞങ്ങളെന്താക്കി മാറ്റി, കൂട്ടിലേക്ക് മാറ്റി. ഇത് കേട്ടോ, അവിടെ അരയണം കണ്ടോ? അപ്പോഴാണ് കാണാൻ ശ്രദ്ധിക്കുന്നത്. അരയണം അവിടെ കിടക്കുന്നതാണ്. അരയണത്തിന് കാണാൻ പോയത് എവിടെയാണ്? കൂട്ടിലാണ്. തത്തമ്മനും കാണാൻ പോയത് എവിടെയാണ്? പഴം കുറുക്കി തിന്നുന്നുണ്ടെങ്കിലും തത്തമ്മ കിടക്കുന്നതും കൂട്ടിലാണ്. കാക്കേനെ നമ്മൾ കണ്ടിട്ടുണ്ടോ കൂട്ടിൽ കിടക്കുന്നത്? ആരും കാക്കേനെ കൂട്ടിലിടില്ല, അവന് സ്വതന്ത്രമായിട്ട്. അപ്പം അവൻ്റെ കുറവ് അവനൊരു നിറവായിരുന്നു. അപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ അല്ലേ ഞാൻ യൂസഫലിക്ക് പറഞ്ഞ് സമൂഹത്തിനെ പങ്കുവച്ചത് ഞാൻ കേട്ടപ്പോൾ, ഞാൻ എൻ്റെ 6 വർഷം മുമ്പ് റിപ്പബ്ലിക്കിടെ എൻ്റെ മക്കളെയും കൊണ്ട് വീൽ ചെയർ 100 ആൾക്കാരൊന്ന് പോയിരുന്നു. നമ്മുടെ രഞ്ജിത്തച്ഛനൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അവിടെ സാങ്ഷൻ മേടിച്ചിട്ട് അവിടെ 342 രോഗികൾക്കും 60ഓളം സ്റ്റാഫുണ്ട്. 400 ആളുടെ ഭക്ഷണം, 100 ആളുടെ ഭക്ഷണം നമുക്കും വെച്ചിട്ട് 500 ആൾക്ക് അവിടെ തന്നെ സാങ്ഷൻ മേടിച്ച് ഭക്ഷണം വെച്ചിട്ട് ഇവരും കൊണ്ട് ഓരോ സെല്ലുകളിൽ അടുക്കി ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോയി എല്ലാവർക്കും കൊണ്ടു കൊടുത്ത് ഇവിടെ വന്നപ്പോൾ ഈ കാക്കക്കുഞ്ഞിൻ്റെ അനുഭവം നമ്മുടെ മക്കളിൽ നിന്ന് ദൈവം എനിക്ക് ചേർത്ത് അന്ന് വെച്ച് തന്നിട്ടുണ്ട്. ഇന്നാണ് യൂസഫലിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. എന്താണെന്ന് അറിയോ? ഇവരെല്ലാവരും ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അവരുടെ സ്റ്റാഫ്, ഡോക്ടേഴ്സ്, നമ്മുടെ രഞ്ജിത്തച്ഛൻ, ഞാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ട അനുഭവം ഒന്ന് പങ്കുവയ്ക്കാൻ പറഞ്ഞപ്പോൾ പലരും പല നല്ല അനുഭവങ്ങളാണ് പങ്കുവയ്ക്കും. ഒരു അനുഭവം എന്നെ വലിയ ഹൃദയം സ്പർശിച്ചു. നമ്മളിലെ ശരീരം തളർന്നൊരു മകൻ വീൽ ചെയറിൽ ഇരുന്നിട്ട് പറയാം, അപ്പ ഞാൻ വലിയൊരു അനുഭവം കണ്ടു. എന്താ നിൻ്റെ അനുഭവം? അവൻ്റെ അനുഭവം പറയാണ്, ഞാൻ ശരീരം തളർന്നിട്ട് ഇപ്പോൾ ഒരു 14 വർഷമായി. എൻ്റെ മൂട് പൊട്ടിയിട്ട് അപ്പം കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്ത് പിടിച്ചപ്പോൾ എനിക്കപ്പോൾ കട്ടിലിൽ കിടക്കാണ്ട് ഞാൻ ഇന്ന് നാഗാലാൻഡിലേക്കും ടൂവിലേക്കും എവിടേക്കും ഒക്കെ യാത്ര ചെയ്യുന്നു. 3 ചക്രവണ്ടി ഓടിച്ചപ്പോൾ ഞാൻ ലോട്ടറി കച്ചവടം ചെയ്യുന്നു. അങ്ങനെ ഞാൻ സമൂഹത്തിലേക്ക് ഒരിക്കലും പരാജയത്തിൽ കിടന്നിരുന്നു. ഞാൻ ഇന്നെല്ലായിടത്തും ഓടി എത്തുന്നു. എന്നാൽ ഞാൻ ആരോഗ്യമില്ലാത്തവൻ എല്ലായിടത്തേക്ക് എത്താൻ ദൈവസ്നേഹമായി വന്നപ്പോൾ സാധിക്കുന്നു. എന്നാൽ ആരോഗ്യമുള്ള സെല്ലിൽ കിടക്കുന്നവർക്ക് ഒരു മനോബലവും ഇല്ല, ആരോഗ്യമുണ്ട്, എന്നാൽ ആ സെല്ലിൻ്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്നു. ഈ ശരീരം തളർന്ന് ഞാൻ അവരെക്കാൾ എത്രയോ ഭാഗ്യമാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. ഞാനും കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇനി ജീവിതത്തിലൊരു പ്രത്യാശയില്ല. എന്നാൽ ഈ പുനർജീവനിലേക്ക് അപ്പയുടെ കൂടെ കൂടിയപ്പോൾ മകൻ പറയാണ്, അപ്പയുടെ കൂടെ കൂടിയപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഗമ്യമില്ല. കാരണം എന്താ? ആ മക്കളിൽ വന്ന ആ ആത്മീയ ജ്വലനം അതാണ് ഇന്ന് സമൂഹത്തിലേക്ക് വലിയൊരു വെളിച്ചമായിട്ട്. അത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കുറവുകളുണ്ടാവാം, പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ കുറവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, മറ്റുള്ളവരുടെ നിസ്സായവസ്ഥ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുറവൊക്കെ അവരെക്കാളും നിറമുള്ളതായിട്ട് മാറും. അതല്ലേ നമ്മുടെ യേശുനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് അല്ലേ എന്ത് സംഭവിച്ചത്? തൻ്റെ എല്ലാം നീക്കി വെച്ചുകൊണ്ട് എല്ലാം സഹിച്ച് നമുക്ക് വേണ്ടി കുരിശിലേക്ക് തറയ്ക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്. അതാണ് രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളെ ഏൽപ്പിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ദൗത്യം പുത്രനിലൂടെ കടന്നു പോകണമെങ്കിൽ പലതും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ മഹത്വത്തിൻ്റെ സമയത്ത് അവൻ കടന്നു വരുമ്പോൾ നമ്മളെയും ശ്രേഷ്ഠതയിലേക്ക് ഉയർത്തും. പ്രൈസ് ദി ലോർഡ്.